പ്രേക്ഷകരെ നന്ദയുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഗൗതം എത്തുന്നു. അതെ, നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മൾ ഇന്നലെ മുതൽ ഇങ്ങനെ ആ ഒരു ഗൗതമിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇങ്ങനെ തീരുന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഗൗതം തിരിച്ചു വരുമോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. തിരിച്ചെന്തായാലും വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദയാണെങ്കിൽ ഒരു ദിവസം കാണാതായപ്പോൾ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. നമ്മുടെ കമ്മീഷണറെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എല്ലാവരും ദൗത്യം കഴിഞ്ഞ് തിരികെ എത്തിയല്ലോ, ഗൗതം എത്തിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പം നന്ദയ്ക്ക് കൂടുതൽ ടെൻഷനായി. പുറത്ത് നിന്ന് അർജുൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വായിക്കുന്നുണ്ട്. ഇങ്ങനെ കാടുകൊല്ലിയിൽ പോയി ഇങ്ങനെ പോലീസുകാർക്ക് പരിക്കൊന്നുമില്ല, പക്ഷെ എല്ലാവരും തിരിച്ചെത്തിയതാണ്. പക്ഷെ ഗൗതം മാത്രം തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നന്ദയ്ക്കും ലക്ഷ്മിക്കും എല്ലാവർക്കും ഇങ്ങനെ ടെൻഷൻ കൂടി. ഗൗതം മാത്രം എന്തേ വരാത്തത്? ഇനി ഗൗതം ഇനി എവിടെയെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയോ എന്നൊക്കെ ഉള്ളൊരു ആദിയിലാട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്തായിരിക്കും നമ്മുടെ ഗൗതമിൻ്റെ എൻട്രി. അപ്പോൾ ഗൗതമിന് ആ ഒരു സന്തോഷമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു എന്താ പറയുക, ഇത്രയും വലിയൊരു യുദ്ധം ജയിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ല. ജീവനോടെ താൻ തിരിച്ചു വന്നുള്ള ഒരു സന്തോഷമൊന്നും ഗൗതമിൻ്റെ മുഖത്തില്ല താനും. പക്ഷേ എന്താ പറയുക, ആ ഒരു നന്ദ വന്ന് കെട്ടിപ്പിടിക്കുന്നത് മാത്രമൊക്കെ തന്നെ നമ്മുടെ ഗൗതം കൂടുതലായിട്ടൊന്നും എക്സ്പ്രസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ നന്ദയുടെ അടുത്തുള്ളൊരു സ്നേഹമൊന്നും അത്രയ്ക്ക് അധികം കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, നന്ദയിടത്തെയാണ് കുറേ തീരുന്നത്, നന്ദയിടത്തെ എന്നിട്ട് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കമ്മീഷണറെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതം ചൂടാവുകയാണ്. എന്തിന് കമ്മീഷണർ വിളിച്ചു? അങ്ങനെ നമ്മുടെ കസ്റ്റമർ കെയറിൻ്റെ റോളിലാണ് നമ്മുടെ കമ്മീഷണർ ഇരിക്കുന്നത്, ഈ വീട്ടുകാരുടെ വിവരമൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നന്ദയെ അപ്പോൾ വഴക്ക് പറയുന്ന ഗൗതമിനായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ. നന്ദയ്ക്കും ഗൗതമിനിടയിൽ ഇനി വീണ്ടും വിള്ളൽ വീഴുമോ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.